കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും പീരിയഡ്സ് ബ്ലീഡിങ്ങും തിരിച്ചറിയാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും പീരിയഡ്സ് ബ്ലീഡിങ്ങും എങ്ങനെ എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട്. കാരണം നമുക്ക് ആ ഒരു പീരിയഡ്സ് ആവുന്നതിന് മുൻപ് തന്നെ പലർക്കും സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും ചിലർ വിചാരിക്കാറുണ്ട് പീരിയഡ്സിന്റെ ആണ്, അല്ലെങ്കിൽ ചിലർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ഇംപ്ലാന്റേഷന്റെ ആണെന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ പീരിയഡ്സ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഞാനിതിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളും പീരിയഡ്സ് ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളും. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ടം പുറത്തേക്ക് വന്നിട്ട് ആ ദിവസത്തിന് ശേഷം ഒരു 6 മുതൽ 12 ദിവസത്തിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളത്. 6 മുതൽ 12 ദിവസത്തിനകത്ത് ഇംപ്ലാന്റേഷൻ നടക്കും എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ 9ാമത്തെ ദിവസവും അല്ലെങ്കിൽ 10ാമത്തെ ദിവസം, ആ ഒരു സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളത്. ഈ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടാവുന്നത്. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ, അതായത് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ്, അണ്ടവും ബീജവും ചേർന്ന് ബീജസങ്കലനം നടത്തി വരുന്ന ആ ഒരു എഗ്ഗ് നമ്മുടെ യൂട്രസിന്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച് ആകുമ്പോഴാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന എഗ്ഗ് നമുക്ക് അതിന് വേര് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് തുറന്ന് അവിടെ ഒരു ഭാഗത്ത് അതിങ്ങനെ സെറ്റിൽ ആവുകയാണ് ചെയ്യാറ്. ആ ഭാഗത്തുള്ള ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതവിടെ സെറ്റിൽ ആവുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ബ്ലീഡിങ് അനുഭവപ്പെടാം. അപ്പോ ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്തായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ചില സ്ത്രീകളിൽ പീരിയഡ്സ് ആകുന്നുണ്ട്, അതായത് 6 to 12 ഡേയ്സ് കഴിഞ്ഞിട്ടും മൈൽഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസീസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന സ്പോട്ടിംഗ് ആയിരിക്കും ഏറെക്കുറെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ബ്ലീഡിംഗ് സ്പോട്ടിംഗ് ഉണ്ടാവുന്നവർക്ക് ഡോക്ടേഴ്സ് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ കൊടുത്തു വിടുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ടൈം പീരീഡിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിനെ നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പീരിയഡ്സ് ബ്ലീഡിങ്ങിന്റെ നമുക്ക് ഏകദേശം ഉണ്ടാവുന്നത് എപ്പോഴാണ് നമ്മൾ പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനേക്കാൾ 2-3 ദിവസം മുൻപൊക്കെ ആയിരിക്കും നമുക്ക് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ഇതിനെ നമുക്ക് പ്രീമെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്നാണ് സൂചിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് നമുക്ക് ഉണ്ടാവുന്ന ബ്ലീഡിംഗ്, അതാണ് പ്രീമെൻസ്ട്രൽ ബ്ലീഡിംഗ്. ഈ പ്രീമെൻസ്ട്രൽ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സ്ത്രീകളിൽ ആ ഒരു ബ്ലീഡിംഗ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് സ്റ്റോപ്പ് ആവും. അതിനുശേഷം ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോർമലി പീരിയഡ്സ് പോലെ ബ്ലീഡിംഗ് തുടങ്ങും. ചിലർക്കെന്ന് പറയുന്നത് ആ ബ്ലീഡിംഗ് 2 ദിവസം ഉണ്ടായിട്ട് 3ാമത്തെ ദിവസം ഒരു ബ്രേക്ക് വരാതെ 3ാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗും പീരിയഡ്സ് ബ്ലീഡിംഗും നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഇതിന്റെ കളറാണ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാവുന്നത് പിങ്ക് കളറിലോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളറിലോ ആയിരിക്കും. അതിനുശേഷം ഇത് നമുക്ക് നോർമലി പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് പോകുന്നത് പോലെ റെഡിലോട്ട് ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടാവില്ല. എന്നാൽ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാകുന്നത് റെഡ് കളറിൽ തുടങ്ങി ബ്രൈറ്റ് റെഡ് കളറിലോട്ട് അത് മാറും. അല്ലേ, നിങ്ങൾ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. റെഡ് കളറിലായിരിക്കും നമുക്ക് ആദ്യമൊക്കെ ബ്ലീഡിംഗ് വരുന്നത്, പിന്നെ അത് ബ്രൈറ്റ് റെഡിലോട്ട് പോകും, അതായത് കുറേ കൂടി കട്ടിയായിട്ടുള്ള റെഡിലോട്ട് പോകും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് പിങ്ക് കളറിലും അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിലും ആയിരിക്കും നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് കേട്ടോ. ചിലപ്പോൾ ചില സ്പോട്ടിംഗ് ആയിരിക്കും, ചിലപ്പോൾ അത് ബ്ലീഡിംഗ് ആയിരിക്കും. ഇതിന് അടുത്തതെന്ന് പറയുന്നത് വേദനയാണ്. വേദന എന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ചിലപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഒരു ക്രാംസ് ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ഇത് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ക്രാംസ് ആയിരിക്കും. അതായത് ഇംപ്ലാന്റേഷൻ നടന്നിട്ട് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് അവിടെ റൂട്ട് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെച്ചിങ് ഉണ്ടാവുമല്ലോ, ആ സ്ട്രെച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ക്രാംസ് ആയിരിക്കും ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ക്രാംസ് ആയിട്ട് നമുക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്നത്. ഈ ക്രാംസ് നമുക്ക് ഉണ്ടാവാതെ ഇരിക്കാം. ചിലവർ ഈ വേദന വരുമ്പോഴേക്കും അത് റെക്കഗ്നൈസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കില്ല. ചിലപ്പോൾ വീട്ടുജോലികളോ അല്ലെങ്കിൽ ഓഫീസിലെ ജോലികളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടാം കേട്ടോ. ഇനി പീരിയഡ്സ് ആവുന്നതിന് മുൻപുള്ള ബ്ലീഡിംഗ് ആണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഈ പീരിയഡ്സിന്റെ പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ദിവസം കുറവാണെങ്കിൽ പിന്നീട് ഒരു 2 ദിവസത്തേക്ക് നമുക്കത് ഇൻക്രീസ് ആയിട്ട് വരും. പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ഗ്രാജുവലി അത് ഇൻക്രീസ് ആയി പിന്നെ അത് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് കുറയുന്നതനുസരിച്ച് ഇതിങ്ങനെ ഡൗൺ ആയി പോവുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിലുണ്ടാവുന്ന ക്വാണ്ടിറ്റി ആണ്, ബ്ലഡ് പോകുന്നതിന്റെ അളവ്. ഈ നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ മാക്സിമം നമുക്ക് 2 ദിവസം ബ്ലീഡിംഗ് ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും, ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കില്ല. പിന്നെ പോകുന്ന ബ്ലീഡിംഗിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. ചില നേരം ഉണ്ടാകും, ചില നേരം ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും നമുക്ക് ബ്ലീഡിംഗ് ഇംപ്ലാന്റേഷൻ സമയത്ത് അനുഭവപ്പെടുന്നത്. ഇനി പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ആണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിലോ ആദ്യത്തെ ദിവസം നമുക്ക് ഫ്ലോ പോകുന്നതിന്റെ അളവ് വളരെ കുറവായിരിക്കും. പിന്നെ അത് ഗ്രാജുവലി അങ്ങോട്ട് ഇൻക്രീസ് ആകും. ചിലർക്കെന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ഫ്ലോ നല്ലതുപോലെ ഉണ്ടാകും, പിന്നെ അത് കുറയും. ചിലർക്ക് ആദ്യത്തെ ദിവസം ഫ്ലോ ഉണ്ടാവില്ല, പിന്നെ അത് കൂടും. അങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ പീരിയഡ്സിന്റെ ആണെങ്കിൽ നമുക്കൊരു 2ാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഈ പോകുന്ന ബ്ലഡിന്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിംറ്റംസ് ആണ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും പലർക്കും അതിനെ ചുറ്റിപ്പറ്റി, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കഴിഞ്ഞതിന് ശേഷം അതിനെ ചുറ്റിപ്പറ്റി പലർക്കും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുക, വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തല കറങ്ങുക, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ അബ്ഡോമൻ ക്രാംസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാവുക. ഇതെല്ലാം ഇംപ്ലാന്റേഷൻ ക്രാംസ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കഴിഞ്ഞിട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. ചിലവർക്കൊക്കെ ഈ ഒരു സിംറ്റംസ് ഉണ്ടാവാറില്ല. ചിലപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി പോസിറ്റീവ് ആയതിനു ശേഷം ഒക്കെ ആയിരിക്കും പലർക്കും ഇത്തരത്തിലുള്ള സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലർക്ക് വിത്ത് സിംറ്റംസ് ഉണ്ടാകാം, ചിലർക്ക് വിത്തൌട്ട് സിംറ്റംസും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇംപ്ലാന്റേഷന്റെ സമയത്ത് ഉണ്ടാവാം കേട്ടോ. പീരിയഡ്സിന്റെ ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ സിംറ്റംസ് ഉണ്ടാവുന്നത് നമുക്ക് ആ ഒരു സമയത്ത് ബ്ലീഡിംഗ് പോകുന്ന സമയത്ത് നമുക്ക് സിംറ്റംസ് ഉണ്ടാകും. അതിനുശേഷം ഈ സിംറ്റംസ് നമുക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യാറ്. അതിനുശേഷം ബ്ലീഡിംഗ് നല്ലതുപോലെ കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സിംറ്റംസ് പോകും. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാകാം, തല കറങ്ങുന്നത് പോലെ ഉണ്ടാകാം, മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, അബ്ഡോമൻ ക്രാംസും ഉണ്ടാകാം നമുക്ക്. അതിനുശേഷം ഈ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ ബ്ലീഡിംഗ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സിംറ്റംസ് ഉണ്ടായതിനു ശേഷം ബ്ലീഡിംഗ് ഗ്രാജുവലി കുറയുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള നമുക്ക് സിംറ്റംസ് കുറയുകയാണ് ചെയ്യാറ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ. ഇനി ഇംപ്ലാന്റേഷൻ സിംറ്റംസ് അല്ലെങ്കിൽ പ്രഗ്നൻസി സിംറ്റംസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതൊരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ വരെ നിങ്ങൾക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടാകാം. കാരണം പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണല്ലോ. ഏകദേശം ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണും HCG ഹോർമോണും ഒരു ലെവലിൽ എത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്കുണ്ടാകുന്ന പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കുറയുകയുള്ളൂ. പക്ഷേ പ്രിമെൻസ്ട്രൽ ആണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് കണ്ടതിന് ശേഷം ഈ ലക്ഷണങ്ങൾ കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ പീരിയഡ്സിന്റെ ബ്ലീഡിങ്ങും എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണോ അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് അത് ഇംപ്ലാന്റേഷൻ ആയിരിക്കും അല്ലെങ്കിൽ അത് പീരിയഡ്സിന്റെ ആയിരിക്കും എന്ന് ആലോചിച്ച് ടെൻഷൻ ആകാതെ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് വെക്കുക. ടെൻഷൻ ആവാതെ ഹാപ്പി ആയിട്ടിരിക്കുക. ഫെർട്ടിലിറ്റി എക്സസൈസുകളൊക്കെ ചെയ്യുക, ലെഗ് അപ്പ് ദ വാൾ പോസ് ചെയ്യുക, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസിയെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് ഭയങ്കര വേഴ്സ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് നിങ്ങൾ നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ, വെയിറ്റ് ഒരുപാടുണ്ടെങ്കിൽ അത് ലോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി 1-ന് ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിംഗ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.